നമ്മൾ കാണൂല എന്നേ ഉള്ളൂ. സിയാഖയുടെ അർത്ഥമാണ്. അത് നമ്മൾ അറിയാതെ വിട്ടുപോയി. അള്ളാഹുമായി മഹബത്ത് കൂടി അടുപ്പം കൂടിയതിന്റെ പേരിൽ അള്ളാഹുവിന്റെ കാഴ്ചയിൽ പങ്കുചേരുകയാണ്, കേൾവിയിൽ പങ്കുചേരുകയാണ്. അള്ളാഹ് കൊടുത്തിട്ടുള്ള സ്ഥാനമാണത്. എന്നിട്ട് അവർ ഈ അർത്ഥത്തിൽ വിളിച്ചു, നാദൂ നബിയൻ വാലിയൻ ഫാത്തിമ അലിയാരെ വിളിച്ചു, നിബിതങ്ങളെ വിളിച്ചു, ഫാത്തിമാവിനെ വിളിച്ചു, അവർ രണ്ട് മക്കളെയും വിളിച്ചു. എപ്പോൾ ഗുരുതരമായ സാംക്രമിക രോഗങ്ങൾ, പ്രശ്നങ്ങൾ പിടിപെടുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ നബിയും സഹാബത്തും പഠിപ്പിച്ചതിനെതിരാണ്. എന്തുകൊണ്ട്? അവരിങ്ങനെ ആരെയല്ല വിളിച്ചത്? ഷിയാക്കൾ വിളിച്ചവരാരാ വിളിച്ചത്? അവരെ നമ്മൾ വിളിക്കാൻ പാടില്ല. അവരാരാണ് വിളിച്ചത്? ഹൈസുസ്തഗാസുർ റബ്ബ, റബ്ബിനെ വിളിച്ചിട്ടാ സഹായം തേടിയത്. എപ്പോഴാണ്? കാനുസ്തഗാസു റബ്ബഹും യൗമൽ ബദർ ഫീ സൂറത്തിൽ അംഫാൽ ഹാദാ ഖദ്ദുകീർ. മഹാന്മാരായ സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളും ബദറിൽ കുടുങ്ങിപ്പോയ സമയത്ത് ആയിരക്കണക്കായ ആയുധാരികളുടെ ഇടയിൽ നിരായുധരായ സഹാബാക്കൾ കുടുങ്ങിയപ്പോൾ പടച്ചവനെ രക്ഷിക്കണേ എന്ന് അള്ളാഹുവിനോടാണ് രക്ഷ ചോദിച്ചിരുന്നത്. എന്ന് പറഞ്ഞ ഏതാ? മാനാലഹി വസ്ഹാബി, ഞാനും എന്റെ സഹാബാക്കളും എന്താണ് ചെയ്തത് അത് ചെയ്യുന്നവരാണ് അഹ്ലുസ് സുന്നത്ത് ജമാഅത്ത്. അവൻ ഈ സഹാബത്ത് എന്താ ചെയ്ത് കുടുങ്ങിയപ്പോ അള്ളാഹു. അത് ആരാ പറഞ്ഞേ? ഏത് മാസികയിലാ വന്നത്? ലൗഹുൽ മഹ്ഫൂദിൽ പ്രിന്റ് ചെയ്ത ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് ഇവിടെ വിതരണം ചെയ്ത മുസ്തഫ നബിയുടെ ഉമ്മത്തിന്റെ കയ്യിലുള്ള പരിശുദ്ധ ഖുർആനിലാണെന്ന് പറഞ്ഞിട്ടുള്ളത്. സൂറത്തുൽ അംഫാൽ 9-ാമത്തെ ആയത്ത്. ഇത് തസ്തഗീഥൂന റബ്ബക്കും, അല്ലാഹ് പറയാണ്, മുഅ്മിനീങ്ങളെ നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗാഥ ചെയ്തു രക്ഷിക്കണേ എന്ന് പറഞ്ഞു. ഫസ്തജാബ ലക്കും റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്കതിൽ ഉത്തരം ചെയ്തു. ഇന്നി മുമിദ്ദിക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, മാർച്ച് ചെയ്ത് വരിവരിയായി വരുന്ന 1000 മലക്ക് വട്ടാളത്തെ കൊണ്ട് നിങ്ങളെ ഞാൻ സഹായിക്കും എന്ന് നിങ്ങളെ റബ്ബ് ഉത്തരം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതിന് ശ്രദ്ധ പഠിപ്പിക്കാനല്ല. കണ്ടോ, കുടുങ്ങിയ സമയത്ത് മഹാനായ റസൂലുള്ളാഹി തങ്ങളും സഹാബാക്കളും രക്ഷപ്പെടുത്താൻ വേണ്ടി ദുആ ചെയ്തത് അള്ളാഹുവിനോടായിരുന്നു എന്ന് സൂറത്തുൽ അംഫാൽ അല്ലാഹു സുബ്ഹാനഹു. പിന്നെ ഖിലാഫ് തീർന്നല്ലോ, പിന്നെ എന്തിനാ മറ്റേതിന്റെ പിന്നാലെ പോണത്? അവിടെ തെറ്റിക്കാനുള്ള പരിപാടിയാണ് അവർ ചെയ്യാം. ഈ ഇവരെന്ത് ചെയ്തു? ഷിയാക്കൾ രാജാക്കന്മാരുടെ പട്ടാളങ്ങളിൽ നുഴഞ്ഞു കയറി. മുസ്ലിം പട്ടാളങ്ങളിലൊക്കെ ഷിയാക്കൾക്ക് വലിയ പങ്കുണ്ടാവും. അവരാണ് ടിപ്പു സുൽത്താനെ തോൽപ്പിച്ചത്. അവരാണ് ടിപ്പുവിനെതിരിലെ ആർക്കാട് നവാബിനെയും അതുപോലെ ഹൈദരാബാദ് നിസാമിനെയും ബ്രിട്ടീഷ് പട്ടാളത്തിന്റെയും മറാഠി പടയുടെയും നായർ പടയുടെയും കൂടെ സഖ്യസേനയിൽ അംഗത്വം വാങ്ങിച്ചു കൊടുത്ത് ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തി അതിന്റെ ഭൂവിഹിതം വരെ വാങ്ങിയ ആൾക്കാരാണ് ഈ കൂട്ടർ. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി സുന്നിയായി എന്നർത്ഥം. ഷിയാകാണ് പേര്, സുന്നിയാണ്, സുന്നത്ത് ജമാഅത്താണ് പേര്. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഇന്ത്യക്കാരെ സുന്നി ലേബലിൽ ബ്രിട്ടീഷിനോട് യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ നേതാവായിരുന്നു ഇന്ന് ആൾ ഇന്ത്യ സുന്നി ജമാഅത്തൊക്കെ പൊക്കിപ്പിടിക്കുന്ന ആയില ഹസ്രത്ത്. ആരാണ്? അഹമ്മദ് റിസാ ഖാൻ. വലിയ ആളായിരുന്നു. 921 അദ്ദേഹം മരിച്ചത്. അതിന് തൊട്ട് മുമ്പ് അദ്ദേഹം ഖിലാഫത്ത് പ്രസ്ഥാനത്തിനെ എതിർത്തു. അപ്പോൾ എഴുതിയ പുസ്തകമുണ്ട്, ഇലാമുൽ ആലാം ബിഅന്ന ഹിന്ദുസ്ഥാൻ ദാറുൽ ഇസ്ലാം. നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല, അറബിയിലാണ്. ഇലാമുൽ ആലാം, ഈ പേര് അറബിയിലാണ്. മഹാന്മാരായ ആൾക്കാരെ അറിയിക്കുന്നത് ഇന്ത്യ രാജ്യം ദാറുൽ ഇസ്ലാമാണെന്ന്, മുസ്ലിം രാജ്യമാണ്. അതിന് ഇത്ര നല്ല ആളില്ലല്ലോ. ഖിലാഫത്ത് എതിർക്കാൻ വേണ്ടി അദ്ദേഹം എഴുതി സൂറത്തുൽ മുൻതഹിൽ ആയത്ത് കൊടുത്തുകൊണ്ട്, നല്ലവരായതുകൊണ്ട് അവരോട് യുദ്ധം ചെയ്യാൻ പാടില്ല, എതിർക്കാൻ പാടില്ല എന്നുള്ള ആയത്ത് കൊടുത്തിട്ട് എഴുതി അൽ ഹുജ്ജത്തുൽ മുഖ്തമിന മിൻ ആയത്തിൽ മുംതഹിന ഒരു റിസാല. അങ്ങനെ പലതും എഴുതി. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഷിയ, പേരിൽ സുന്നി. നുവ്വത്തിന്റെ പേരിൽ ബ്രിട്ടീഷുകാർ യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ നബിയാണ് മിർസ ഗുലാം ഖാദിയാനി. രണ്ടും ഒരേ പാരമ്പര്യം, ഒരേ ബ്രിട്ടീഷ് ബന്ധം, ഒരേ നയം. ഇതൊക്കെ അവൾ മനസ്സിലാക്കിക്കണ്ടേ. അവരാണ് ദൈവബന്ദി ആലിമ്യങ്ങൾക്കെതിരിൽ വാളെടുക്കുന്നത്, വേറെ ആരുമല്ല. കാരണം ദൈവബന്ദി ആലിമ്യങ്ങളിൽ ഇന്ത്യ ദാറുൽ ഹർബാണ്, ശത്രു രാജ്യമാണ്. ബ്രിട്ടീഷുകാർ പിടിച്ചു കഴിഞ്ഞ് അവരോട് യുദ്ധം ചെയ്യോ ഹിജറയോ ചെയ്യേണ്ടത് മുസ്ലിങ്ങളുടെ കടമയാണെന്ന് പറഞ്ഞിട്ട് യുദ്ധത്തിന് തയ്യാറായി. അങ്ങനെ ബഹുമാനപ്പെട്ട ഖാസിം നാനൂത്തവിയും റഷീദ് അഹമ്മദ് ഗംഗോഹിയും നേതൃത്വം കൊടുത്തുകൊണ്ട് മുഹാജിർ ഇംദാദുല്ലാ മക്കിയുടെ നിർദ്ദേശപ്രകാരം ഷാമിലി മുതൽ മീററ്റ് വരെ സൈനിക നടപടിയുടെ നാട് പിടിച്ചെടുത്തു.
നേരിട്ട് പരാജയപ്പെടുത്തി. ഇതാണ് 1857 സ്വാതന്ത്ര്യ സമരം സിപ്പാഹി ലഹള എന്ന് പറഞ്ഞു. ശിവായി ലഹള എന്നാണ് നമ്മൾ ആർക്ക് കത്ത് കൊണ്ടുപോകുന്നുണ്ട് ശിവായി വള്ളം തല്ലുകൂടിയതാണ്. സിപ്പാഹിയാണ്, മുജാഹിദിന്റെ ഹിന്ദി പരിഭാഷയാണ് സിപ്പാഹി. അഫ്ഗാൻ മുജാഹിദുകൾ കേട്ടില്ലേ, വാളെടുത്ത് പൊരുതുന്ന. അങ്ങനെ ദീനിന് വേണ്ടി ആലിമുസിയാളെ പോലെ പടക്കളത്തിറങ്ങാൻ ആഹ്വാനം ചെയ്ത അന്നത്തെ മഹാന്മാരായിരുന്നു ബ്രിട്ടീഷിനെതിരെ സൈന്യങ്ങളാണ് ദൈവത്തിലെ ആലിമ്യങ്ങൾ. അവരാണ് നാട് പോകേണ്ടത്. ഇവരുടെ താല്പര്യമാണ്. അള്ളാഹുവിനെ പേടിയില്ലാത്ത അവർ ഇവരുടെ ഇല്ലാത്ത കള്ളത്തരങ്ങൾ എഴുതി. കള്ളത്തരം 100% കള്ളത്തരം. ഒരു ഉസ്താദ് പ്രസംഗിച്ചു നമ്മുടെ നാട്ടിൽ വന്നിട്ട്, അള്ളാഹ് കളവ് പറയുന്നത് പിന്നാലാണ് ഈ ഗൗരികാരം നടത്തുന്നത്. ഇത്ര മോശപ്പെട്ട വേറെ പാർട്ടിയില്ല. ഒറ്റ വാക്കുകൊണ്ട് പള്ളി കാലിയായി. കാരണം കളവ് പറയാൻ പിന്നാലെ പോണോ? ഞാൻ ഫതാവ റഷീദിൽ നിന്ന് നല്ല കാലത്തിന് അതിൽ 2 വേണം. ആക്കിയൊക്കെ ഉറുദുലാണ്. റഷീദ് എന്നത് ഗംഗോഹിയാണ് ഇങ്ങനെ 10 കൊടുത്തു എന്ന് അഹമ്മദാക്കാൻ പറഞ്ഞത്. ഞങ്ങൾ ആ 10 കാണിക്കാൻ കഴിഞ്ഞില്ല. ഇല്ലാത്ത കാണിക്കാൻ കഴിയില്ലല്ലോ. ഏതായാലും ഒച്ചപ്പാടെ എല്ലാവരും അല്ല കള വരുന്ന പോലെ പിന്നാലെ കൂടാൻ പാടില്ല, ബ്രിട്ടീഷ് ഇവിടെ നിൽക്കാം. അതാണ് പരിപാടി. അവൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, അള്ളാഹു കളവ് പറയുന്ന ഒരാൾ വിശ്വസിച്ചാൽ പറഞ്ഞാൽ അവന്റെ വിധി എന്താണ്? അദ്ദേഹം ഞെട്ടിത്തിരി ചോദിച്ചു, അവൻ അസ്തഖു മിനല്ലാഹി ഖീല, അള്ളാഹിനെ പോലെ സത്യം പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അള്ളാഹുവിനെ പോലെ സത്യം പറയുന്ന ആരുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൊടുത്തു. ഇവിടെ എന്റെ പത്വ അങ്ങനെ ഞാന് അവൻ കാഫറാണ്, മുർത്തദ്ദാണ്, നീന്ന് പുറത്താന്നൊക്കെ പറഞ്ഞു. അത് അന്താരാഷ്ട്ര പ്രതിനിധി കൊടുത്തുകൊണ്ട് മക്കയിലെ 4 മദ്ഹബിലെയും മുഫ്തിമാരുടെ ഔദ്യോഗിക ഫത്വ ഇതിന് ശരിവെച്ചുകൊണ്ട് അതും അറബിയിൽ ഷോർട്ടാക്കി കൊടുത്തിട്ടുണ്ട്. അറബിയിലാണ്. ഞാൻ അതിന്റെ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുത്തു. ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾക്ക് കൊടുത്തു. അദ്ദേഹത്തിന് കൂടെയുള്ള നമ്മുടെ ടോപ്പിലുള്ള ആളാണ് ഇത് പറഞ്ഞിരുന്നത്. അവർ അയാൾക്കൊരു കോപ്പി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. പിന്നെ കണ്ടപ്പോൾ കൊടുത്തിട്ടില്ലാതെ മനസ്സിലായി. ഞാൻ വേറെ കൊടുത്താളാന്ന് പറഞ്ഞു. ഏൽപ്പുണ്ടൊരു സംഭവം അത് നോക്കിയിട്ടാക്കി പറഞ്ഞാൽ പോരായിരുന്നോ? ചോദിക്കാൻ പറ്റില്ല. മഹാഭൂരിപക്ഷം ആ പറയുന്ന കളവ് നേരാന്ന് വിചാരിച്ചില്ലേ? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. 100% കളവാണ് ദൈവന്തി ആളുകളെ കുറിച്ച് പറഞ്ഞത്. അത് ഉത്തരവാദിത്തം കൂടി തെളിയിക്കാൻ നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ മരിക്കാനും യാതൊരു കുഴപ്പമില്ല. പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഷിയായിസത്തിന്റെ ഒരു വശമാണ്. ബ്രിട്ടീഷ് സേവയാണ്. ആ കാലഘട്ടത്തിൽ പല പ്രസ്ഥാനങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മുസ്ലിം വിരോധം കണ്ടില്ലേ BJP-ക്കാർക്ക്? BJP വരുന്നതിന് മുമ്പ് എന്താണ് എൻ്റെ പേര്? ഇന്ത്യൻ ജനാധിപത്യ വരുന്നതിന് മുമ്പ് ഗോൾവാൾക്കർ സംഘടന, പേര് വ്യത്യാസമല്ല. ആ സംഘടന ഉണ്ടാക്കാനുള്ള 3 ലക്ഷ്യങ്ങളിൽ ഒന്ന് മുസ്ലിമീങ്ങളെ എതിർക്കുക എന്നുള്ള. ബ്രിട്ടീഷ് അനുകൂലാക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഭരണകാലത്ത് ചെയ്ത് വെച്ച പണിയാണ്. അവർ പോയ കഥ പറയത്തില്ല. അതാണ് അവരിപ്പോഴും പ്രചരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇവരിപ്പോഴും പ്രചരിപ്പിക്കുന്നതാണ്. ബ്രിട്ടീഷുകാരൊക്കെ അവിടുന്ന് പോയി. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമുക്ക് പൊന്നാനി കേന്ദ്രമായി പരിശ്രമിച്ചിരുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തുണ്ട്. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ട് ദ്വാരന്നിട്ടാണ് ഞങ്ങളൊക്കെ കിതാബ് പോയത്. പള്ളി ദർസിൽ വടത്തിലിരിക്കുകയാണ്. എന്നിട്ട് ദ്വാ ചെയ്യും, പറയും, യാ റബ്ബി വഫിഖ് ലനാ ലിൽ ഇൽമി നാഫിനാ നൂറൻ ബിബറകത്തി സൈനുദ്ദീൻ മഖ്ദൂമി. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം ഞങ്ങളുടെ ബറക്കത്തുണ്ട്. പഠിച്ചവരെ ഞങ്ങൾക്കൊക്കെ നാഫിയായാലും തൗഫീഖ് തരണേന്ന് ആത്മാർത്ഥമായി ദ്വാ ചെയ്തിട്ട് പഠിച്ച ഇൽമാണ്. അല്ലാഹു അക്ബർ. അന്ന് അങ്ങനെയായിരുന്നു. പൊന്നാനി വിളക്കത്തിരുന്ന മുസ്ലിയാരാകും. നടന്ന് പോയി ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെട്ട് ഇൽമിന്റെ തലവിൽ പോയി ആത്മീയ വിജ്ഞാനം നേടി. അതിന്റെ കേന്ദ്രമായിരുന്നു പൊന്നാനി കൈക്കാർ. അപ്പുറത്ത് കൊണ്ടോട്ടി കൈക്കാർ എന്താണ്? അത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ്. അവരെ തന്നെ ഈ ചായയുള്ള ആളാണ് ഷിയ തന്നെയാണ് പൊന്നാനിക്കാരെ ആലിമുകളെ 10 കൊടുത്തത്. നമ്മൾ ഷിയ ചായ എന്ന് പറയും, ചായവല്ല ഇതന്നെ. അങ്ങനെ അദ്ദേഹം മരിച്ചപ്പോൾ അവിടെ കുബ്ബ വന്നു. അപ്പൊ ആ ഗ്രാമപ്രദേശക്കാർ ചോദിച്ചു, അദ്ദേഹത്തിന്റെ ആൾക്കാർ, ഈ കല്ല് എങ്ങനെ അവിടെ കയറി? ഈ കല്ല് കയറിയ സ്ഥലങ്ങൾക്കുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അഹമ്മദാബാദ് ഉണ്ടാക്കിയ അഹമ്മദ് എന്ന് പറഞ്ഞ ആള്, അവിടെ അഹമ്മദാബാദ് നഗരത്തിൽ 14 പത്രവാരി മസ്ജിദ് കരിങ്കല്ലുകൊണ്ടുണ്ടാക്കിയ മല്ലാണ്. അത്ഭുതപ്പെട്ടു പോകും. അതിൽ ഒരു 1-2 ഏക്കർ വലിപ്പമുള്ള വലിയ ജുമാഅത്ത് പള്ളിയുണ്ട്. നിങ്ങളതൊന്ന് പോയി കണ്ടു നോക്കണം. നിങ്ങൾ ആരും പറയില്ല മനുഷ്യന്മാർക്ക് അത് കയറ്റാൻ കഴിയുന്നു. എനിക്ക് പറയാൻ തോന്നിച്ചില്ല. മനുഷ്യശക്തി കൊണ്ട് അത്രയും വലിയ പാറക്കല്ല് ഇത്രയും നീളത്തിൽ ഇത്ര ഉയരത്തിൽ കല്ലിന്റെ കാലുകൾക്ക് മുകളിൽ വെച്ചിട്ടൊരു പള്ളി ഉണ്ടാക്കാൻ മനുഷ്യന് കഴിയില്ല. എന്താ കാത്തല്ലേ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെ ചില സൃഷ്ടികൾ അവരെ സഹായിക്കുന്നുണ്ടാവും. ലേശൊന്ന് വിലങ്ങ നടന്നു കൊടുത്താൽ അവരെല്ലാം സഹായം ചെയ്യും. കേൾക്കണമെങ്കിൽ രസം. അവിടുത്തെ ഷാ ആലം എന്ന് പറഞ്ഞ വലിയ പണ്ഡിതന്, അദ്ദേഹം ദൈവങ്ങൾ അംഗീകരിക്കുന്ന ആളല്ല, പോട്ടെ. അദ്ദേഹം എന്നോട് ചോദിച്ചത് കാന്തപുരത്തിനെ പറ്റിയാണ്. ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവന് അദ്ദേഹം ഗൺമേനെ വെച്ചിട്ട് പള്ളിക്ക്
ഇമാമത്തിന് വരുന്നത്. അത്രയും ആവുന്ന അവസ്ഥയിലുള്ളതാണ്. ഈ രാജാവിൻ്റെ ഖബർ അവിടെ ഉണ്ട്, കുറേ ആളുകളൊക്കെ ഉണ്ട്. അന്നത്തേനനുസരിച്ച് ഞാൻ അവിടെ പോയി സിയാർത്ത് ചെയ്തു. അദ്ദേഹം എന്നെ പറഞ്ഞ് ചോദിച്ചിട്ട് പോയത്, പോയാലും സിയാർത്ത് അവിടെ ആളൊന്നുമില്ല. അപ്പോൾ ഒരു മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ കർബലയിലെ റസൂലുള്ളാഹിന്റെ മഖ്ബറ ഉണ്ട്. മേപ്പോട്ട് തട്ടിട്ടായിപ്പോ ഒരു രൂപം, അതിലൊരു ശില്പം അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് പേരുണ്ട്. അതവിടെ വെച്ചിട്ട് ഈ മുറിയിൽ എന്താണെന്നറിയോ, മുഹറം 10 അന്ന് എഴുന്നള്ളിക്കുമ്പോൾ ഷിയാക്കളുടെ ഘോഷയാത്രയുടെ മുമ്പിൽ പിടിക്കുന്നതാണത്. അതിൽ എഴുന്നള്ളിക്കുന്നതാണ് ആ മഖ്ബറ. അത് സൂക്ഷിച്ചിരിക്കുന്ന ഈ സുന്നി പള്ളിയിലാണെന്നർത്ഥം. അപ്പൊ ഈ സുന്നിയും ആശയം രണ്ടും ഒന്നാണെന്നുള്ളതിനെ ജീവിക്കുന്ന ഒരു തെളിവാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ഉണ്ട് കാര്യം. അത് നമ്മളെ ഉസ്താദന്മാർ മനസ്സിലാക്കിയാൽ നന്നായി. അതായത് ഷിയാക്കളോട് പിന്നാലെ പോയിട്ട് സുന്നിയാകാന്ന് വെച്ചാൽ നടക്കൂല. അങ്ങനെ പോയ ആൾക്കാരാണ് പോയത്. ഹൈദരാബാദിന്റെ അടിയൊഴുക്ക്, ഹൈദരാബാദ് ബ്രിട്ടീഷ് അനുകൂലമായിരുന്നു. അതുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കാതെ നൈസാം രാജാവിന് ബ്രിട്ടീഷുകാർ സ്വന്തമായി രാജാവധി നിലനിർത്തി കൊടുത്തിട്ടാണ് ഇവിടുന്ന് പോയത്. ഇന്ത്യൻ പട്ടാളം പിന്നെ ബലമായി പിടിച്ചെടുത്താണ്. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഇവിടുന്ന് സൈനിക സേവനത്തിനും കച്ചവടത്തിനും തൊഴിലിനും ഒക്കെ പോകുന്ന ഫോറിൻ ഹൈദരാബാദാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ഹൈദരാബാദ് നിസാമായിരുന്നു. അവർ ബ്രിട്ടീഷ് അനുകൂലികളായി. അതുകൊണ്ടാണ് അവിടെ നിലനിന്നിരുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട മുഫ്തി അഹമ്മദ് റിസാ ഖാൻ ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യനും കേരളക്കാരനുമായ ബഹുമാനപ്പെട്ട, അങ്ങനെ കുറച്ച് പറയുന്നില്ല, വലിയ മഹാനാണ്, രാഷ്ട്രീയത്തിൽ ഉണ്ടെങ്കിലും മറ്റു കാര്യത്തിൽ ഞാൻ കുറ്റം പറയുന്നില്ല, വലിയ പണ്ഡിതനായിരുന്നു അഹമ്മദ് കോയ ശാലിയാത്തി എന്ന് പറയുന്നതാണ്. മരണം വരെ അവിടുത്തെ ഗ്രാൻഡ് മുഫ്തിയായിരുന്നു. അത് ഇവിടുന്നാണ് വഫാത്തായിട്ടുള്ളത്. അന്നത്തെ കാലത്ത് ഒരു മാസത്തിൽ 100 റുപ്യാണ് അദ്ദേഹത്തിന് ഗ്രാൻഡ് കിട്ടുക. മറ്റുള്ളതൊക്കെ വേറെ. ഗവൺമെന്റിൽ നിന്ന് ഗ്രാൻഡ് കിട്ടിയിരുന്ന ഒരു മാസത്തിൽ 100 രൂപയാണ്. ഇന്ന് 100 രൂപ കിട്ടും, ഇന്ന് സാരമില്ല. അന്ന് 100 രൂപയ്ക്ക് എത്ര ഏക്കറ കിട്ടും, എന്തെല്ലാം കിട്ടും. 100 രൂപന്റെ സാധനം എത്ര വലുതാണ്, ഒരു 4 ഇലന്റെ എത്ര വലുതാണ്. അതാണ് മാസാന്തം 100 രൂപ കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ ദൈവബന്ധിക്കൾക്ക് എതിരല്ലാതെ 10 കൊടുക്കോ? ഇബ്നു അദ്ഹാബിന് എതിരല്ലാതെ പുസ്തകം എഴുതോ? ഇന്ന് തുർക്കികൾ ചെയ്ത് നോക്കി. ബ്രിട്ടീഷുകാർ ചെയ്യുന്ന പണിയാണ്. പട്ടാളക്കാരാണ് കൊല്ലും. ഇറാഖിൽ എന്താ ചെയ്ത്? റിപ്പബ്ലിക്കൻ സേനയുടെ അഡ്രസ് ഇല്ലല്ലോ. അവർ ശരിയാക്കിയ പിന്നെ പെണ്ണുങ്ങളും ആണുങ്ങളും പറയുന്ന പോലെ കേൾക്കെല്ലാം നിർത്തിയിട്ടുണ്ടോ? ഇതാണ് തുർക്കിയിലും എല്ലായിടത്തും ചെയ്തത്. എല്ലായിടത്തും ചെയ്തു. മലബാറിലും ചെയ്തത് അങ്ങനെ തന്നെയാണ്. യുദ്ധം ചെയ്യുന്ന ആൾക്കാരൊക്കെ നാട് കടത്തി, കൊന്നു കളഞ്ഞു, തൂക്കിക്കൊന്നു, നാട് കടത്തി പേടിപ്പിച്ചു. 18 കൊല്ലം ശിക്ഷ വിധിക്കപ്പെട്ട പിതാവിന്റെ മോനാണ് ഞാൻ. 11 വർഷം അന്തമാനിലാണ് കഴിച്ചു കൂടിയിട്ടുള്ളത്. ഒരു കുറ്റം ചെയ്തിട്ടില്ല. 7 വർഷം അന്തമാൻ സെൻട്രൽ ജയിലിൽ കഴിച്ചു കൂട്ടിയ പിതാമഹന്റെ പൗത്രനാണ് ഞാൻ. ഇങ്ങനെ പഴയ തലമുറക്ക് പലതും സാധിക്കാൻ കഴിയും. പൊന്നാനി വിശ്വാസക്കാരെ മിണ്ടാതെയാക്കി തകർത്ത് കളഞ്ഞു. കൊണ്ടോട്ടിക്കാർക്ക് എല്ലാവിധ സൗകര്യം ചെയ്തു കൊടുത്തു. അവിടെ പട്ടാളം വെടിവെക്കൂല, എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കും. 3 ആളെ കൊന്നാൽ അദ്ദേഹത്തിന് കൊടുത്ത കീർത്തി ചക്രം, അതാണ് കൊണ്ടോട്ടി തങ്ങൾക്ക് ചോദ്യമല്ല. ഇഷ്ടമുള്ള 3 ആളെ കൊന്നാൽ ശിഷ്ടമുള്ള കൊടുത്ത് അങ്ങനത്തെ പല പല ആനുകൂല്യങ്ങളും കൊടുത്തു. അങ്ങനെ ആ സ്വാധീനത്തിലുള്ള മലബാറിൽ തന്നെ മലബാറുള്ള കഴിഞ്ഞപ്പോൾ ഒരു പറ്റം ആൾക്കാർ വലിയ ആലിന്യങ്ങളും അല്ലാത്തവരൊക്കെ ജീവിതം കൊതിച്ചിട്ട് പേടിച്ചിട്ട് അവരെ എങ്ങീരിച്ചിട്ടല്ല ബ്രിട്ടീഷ് അനുകൂലങ്ങളായി മാറി. അങ്ങനെ ബ്രിട്ടീഷിന് അനുകൂലമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇത്. നമ്മൾ അഹ്ലു സുന്നത്ത് ജമാഅത്ത് മറ്റവരല്ല, അത് വഹാബികളാണെന്ന് അവർ പറയുന്നത്. ചരിത്രത്തിൽ ആദ്യം വഹാബി എന്ന് വിളിച്ചത് ബ്രിട്ടീഷ് സായിപ്പാണെന്ന് ഞാൻ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. അവരാണ് ഇത് മുസ്ലിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. പറയാൻ വേണ്ടിയാണ് അഡ്വക്കേറ്റ് സുന്ദരയ്യരുടെ ലീഗൽ അഡ്വൈസ് പ്രകാരം ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് മുട്ടൂസിയാർക്ക് ഉപദേശം കൊടുത്തതനുസരിച്ചാണ് ജമിയത്തുൽ ഉലമയുടെ തലക്കൽ സമസ്ത എന്ന് ചേർത്തുകൊണ്ട് രജിസ്റ്ററാക്കിയത്. അത് പ്രവർത്തിക്കാൻ വേണ്ടി ആയിരുന്നില്ല, ജില്ലാ സംഘടന ഒന്നുമില്ല. അത് ബ്രിട്ടീഷുകാരെ കയ്യിൽ തൽപ്പാലം പൊടി തപ്പാൻ വേണ്ടി ചെയ്ത പണിയാണ്. അതുകൊണ്ട് 68 വരെ കോഴിക്കോടിന് പോലും ജില്ലാ സംഘടനയില്ല. ബഹുമാനപ്പെട്ട AP ഞാൻ ഒരു ദിവസമാണ് മീറ്റിങ്ങിന് പോയത് ജില്ലാ സംഘടന ഉണ്ടാക്കാൻ വേണ്ടി. അതൊക്കെ അതാ. പിന്നെ ഇപ്പൊ സംഘടന ഇല്ലാത്തൊരു ഈ നാട് നിശ്ചലാതായി പോയി. അത് ശരിയല്ല. അവൾ പൊന്നാനിയിൽ ഒരുപോലല്ലേ അവിടുന്ന് പറയുന്ന ഒരു കാര്യം കേരളം മുഴുവൻ നടന്നില്ലേ? എല്ലാ സ്ത്രീക്കും ഒരേ വേഷം, എല്ലാ പുരുഷനും ഒരേ വേഷം, എല്ലാ കല്യാണം ഒരുപോലെ, എല്ലാ സംസ്കാരം ഒരുപോലെ, ഒരു ഖിലാഫില്ലല്ലോ. എങ്ങനെയാണ് അക്കാദി സന്ദേശത്ത്? അത് സംഘങ്ങളായി നടന്നു പോയി ദീൻ പഠിച്ച് പ്രയോഗിച്ചിട്ടല്ലേ, ആ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നിന്നുകൊണ്ടല്ലേ. അതിനാണ് ബോംബ് വീണത്. ഊർക്കാപ്പട്ടാളം അടിച്ചമർത്തിയ അതാണ്. അതിനുശേഷം ശരിയായ രീതി നമുക്ക് കിട്ടിയിട്ടില്ല. ഈ കാര്യം ചരിത്രപരമായി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഷിയായിസത്തിന്റെ അതിപ്രസരം കൊണ്ട് വന്നുപോയതാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പൊന്നാനിയിൽ 2 മീസാങ്കല്ലാതെ വേറൊന്നും കാണൂല. അവിടെ ഉറൂസില്ല. ഉറൂസ് സമസ്തയിലും ഇല്ല. പണ്ട്
എൻ്റെ ബഹുവന്യനായ ഉസ്താദ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. അവരൊക്കെ ആരാധനകളെ മനസ്സിലാക്കിയത് ഒരു ദിവസം ദർശനം പറഞ്ഞു, ലാസ്തഗീഥു, ഞാൻ ഇസ്തിഗാഥ ചെയ്യൂല, അൽ ഇസ്തിഗാഥ ഖബീഹ, അത് മോശമാണ്. പിന്നെ പറഞ്ഞു വഹാബികളോട് പിന്നെ നമ്മളത് ജായിസാന്ന് പറയും, കാരണം അവർ അടക്കി ആക്ഷേപിച്ച് കളഞ്ഞാണ്. അതതിന്റെ വശം. തീരെ ഒന്നും പാടില്ല എന്ന് പറഞ്ഞപ്പോ അല്ലാത്ത രീതിയിൽ കൂട്ടിയപ്പോ ജായിസാന്ന് ചില കോലം നമുക്ക് പറയേണ്ടതെന്നേ ഉള്ളൂ. ഞാൻ മുമ്പ് ചെയ്യാറില്ലല്ലോ. ഒരൊറ്റ ദ്വയിലും ഇസ്തിഗാഥ ഉണ്ടാകും, നേരെ അള്ളാഹിനോട് ദ്വാ ചെയ്യും. അവിടെ നിന്നോ ഇല്ല. ഉറൂസിന് മധ്യമെതിരാണ്. അദ്ദേഹത്തിന് മുൻഗാമിയായ പ്രസിഡന്റ് അബുൽ ഹഖ് അബ്ദുൽ ബാരി മുസ്ലിയാർ. ഇതെല്ലാം പറഞ്ഞു വിട്ടാൽ ശരിയല്ല, മൈക്കെട്ടാൻ കാശങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. അബുൽ ഹഖ് അബ്ദുൽ ബാരി മുസ്ലിയാർ സമത്വത്തിന്റെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിന്റെ കാശാണ് കാര്യമായിട്ട് ആ കാലഘട്ടത്തിലൊക്കെ ഉപകരിക്കാം. മഹാനായ അബ്ദുൽ ബാരി മുസ്ലിയാര് എഴുതിയ ശരിവച്ചൊരു കിതാബിന്റെ കോലാണ്. ഈ കിതാബിന്റെ പേരെന്നുള്ള കേട്ടോളി. ആയിക്കോട്ടെ, ഇത് പറഞ്ഞു. മറമത്തെത്തിയപ്പോഴാണ് കൊലയ്ക്ക് വെട്ടാനൊരുങ്ങുമ്പോൾ കയറണ്ടെന്ന് പറഞ്ഞ ബുദ്ധിമുട്ടല്ലേ. ഇഫാത്തുൽ അൻവാർ ഫീ ഇളാത്തി നൂറുൽ അബ്സാർ. നൂറുൽ അബ്സാർ എന്ന കിതാബുണ്ടല്ലോ ഫിഖ്ഹിന്റെ, അതിന് കുഞ്ഞിയൽ മൗലവി കൈപ്പറ്റ കുഞ്ഞ മുസ്ലിയാർ എഴുതിയ ഒരു ശറഹുണ്ട്. അതിന്റെ പേരാണ് ഇഫാത്തുൽ അൻവാർ. അതിന് അബ്ദുൽ ബാരി മുസ്ലിയാർ സമസ്തന്റെ പ്രസിഡന്റാണ് അവതാരിക എഴുതിയിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയാണ്, ഈ കിതാബ് ആദ്യം മുതൽ അവസാനം വരെ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ഷാഫി മദ്ഹബിലെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾക്ക് ചോദിച്ചായിരുന്നു കണ്ടു. ഷാഫി കണ്ടു അദ്ദേഹം പറയാം. അത് അതിൽ പറഞ്ഞത് എന്താ അറിയോ? അത് 700 ചില്ലാനും പേജുള്ള ബുക്കാണ്, ഒരു കിതാബാണ്. ബയാനിയ പ്രസിൽ അടിച്ച അറബിയുള്ള കിതാബാണ്. അതിൽ പറയുന്നത് കുറേ ഭാഗം പറയുന്നത് ഉറൂസ് പാടില്ല എന്നല്ല. ഖബറിന്റെ അടുത്ത് ആൾക്കാർ ഒരുമിച്ച് കൂടാൻ പാടില്ല, അത് ബേദാക്കാൻ പാടില്ല. വിശ്വാസം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിന് ചോദിക്കാണ്. വൈങ്കാൻ നഫ്സുൽ, ഒരു പ്രത്യേക ദിവസം ഒക്കെ പറയുന്നുണ്ട്. പോട്ടെ, വൈങ്കാൻ നഫ്സുൽ ഇത്തിമായി ബി കസറൽ കുബൂരി ഫി യൗം മുഅയ്യൻ, കൊല്ലത്തിലൊരു നിശ്ചിത ദിവസത്തിൽ ആൾക്കാർ വലിയ തോതിൽ ഒരു ഖബറിനടുത്ത് ഒരുമിച്ച് കൂടുന്നത് തന്നെ ശറയിൽ നിരോധിക്കപ്പെട്ട സംഗതിയാണെങ്കിൽ, വേറെ ദീനിനെതിരായ സംഗതികൾ ഉണ്ടാകുമ്പോൾ ഏതുപോലെ മുസാഹമത്തി നിസായി റിജാല, പുരുഷന്മാരെ സ്ത്രീകൾ പുരുഷന്മാരെ തെക്കുക തുടങ്ങിയുള്ള തെറ്റാകുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എന്തുമാത്രം കുറ്റകരമായിരിക്കും. അതുകൊണ്ട് ആ ഒഴിച്ചുകൊള്ളും തെറ്റാണെന്ന് പറഞ്ഞിട്ട് അതിനെതിരിൽ പറയുന്നു. ഇവർ മസല പഠിച്ചോളി. ഇതേ കിതാബിൽ പറയാണ്, ഇതാ ഹസബിൽ ഇജ്തിമാഇൽ ദിക്രിൻ, ദിക്റിന്റെ മജ്ലിസ് ശ്രദ്ധിക്കുക, ഔ സ്വലാത്തി തറാവിഹി, അല്ലെ തറാവിഹിന്റെ നിസ്കാരം നടക്കുന്ന മജ്ലിസ്, ഔ നഹ്വിഹിമ, അല്ലാത്ത മുഹറമുൻ, ഹറാമായ ഒരു സംഗതിയുണ്ട്. എന്നാൽ കഴിവുള്ള ഒരാൾക്ക് ആ ഹറാമായ കാര്യം തടയേണ്ടതും അതിൽ പങ്കെടുക്കേണ്ടതും നല്ലതാണ്. അല്ലാത്ത പക്ഷം അവിടെ പോവാതിരിക്കുകയാണ് വേണ്ടത്. നിഹായ മുഗനി തുടങ്ങിയുള്ള ഇബാറത്തുകൾ കൊടുത്തുകൊണ്ട് ഈ ഇഫാത്തുൽ അൻവാറിൽ കൊടുത്തിരിക്കുകയാണ്. അത് ഷാഫി മദ്ഹബിലുള്ള മസ്അലയാണെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട അബുൽ ഹഖ് അബ്ദുൽ ബാരി മുസ്ലിയാർ സമസ്തയുടെ മുൻ പ്രസിഡന്റാണ്. എന്നിട്ട് ആദ്യം പറഞ്ഞ് പറയാണ്, മൗലൂദിന്റെ മൗലൂദ് എന്ന് പറയുന്ന അമല്, അതിൽ ദീനെതിരായ വല്ല സംഗതി ഉണ്ടെങ്കിൽ അത് ആലിമികൾ തടഞ്ഞിരിക്കുന്നു. ഏതുപോലെ മൊജറദ് റിയത്തി നിസായി, സ്ത്രീകൾ അന്യപുരുഷന്മാരെ കാണും എന്നത് മാത്രമാണ്. മനസ്സിലായില്ല? വീട്ടിലെ സ്ത്രീകൾ അന്യപുരുഷന്മാരെ കാണാനുണ്ട്, എന്നാൽ ആ അമല് പാടില്ല എന്ന് നമ്മുടെ ഇമാമികൾ പറഞ്ഞിട്ടുണ്ടെന്ന് സമസ്തയുടെ പ്രസിഡന്റാണ് എഴുതിയിരിക്കുന്ന ഈ കിതാബിൽ, അറബിയുള്ള കിതാബാണ്. ഇങ്ങനെ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ഒരു വാർഡ് കാണാം. കവറ് പുതയ്ക്കാൻ പാടില്ല, അത് ത്വാഫ് ചെയ്യാൻ പാടില്ല, അത് കൈകൊണ്ടോ വസ്ത്രം കൊണ്ടോ തടയാൻ പാടില്ല, അത് വായ കൊണ്ട് ചുംബിക്കാൻ പാടില്ല, അത് യഹൂദി നസാക്കളാണ് ഈഹന്റെ ഇബാറത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സാധാരണക്കാരൻ നേർച്ചയാക്കുന്നത് ആ സ്ഥലത്തിന്റെയോ കബറിൽ കിടക്കുന്ന ആടെ ബഹുമാനത്തിന്റെ പേരിലാണെങ്കിൽ ആ നേർച്ച ശരിയാകുന്നതല്ല. ഫലാ എന്നഖിദു ലിഅന്നഹും യഅതഖിദൂന അന്ന ലിഹാദിൽ അമാകിൻ ഖുസൂസിയാത്ത്, അത് നേർച്ചയാകുന്നില്ല കാരണം ആ സ്ഥലങ്ങൾക്ക് ചില പ്രദേശം ഉണ്ടെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. വയറവുന അന്നനെതിര ഇലൈഹ, അങ്ങോട്ട് നേർച്ചയാക്കുന്നത് ഇമ്മാ എന്തഫീൽ ബലാവു, ബുദ്ധിമുട്ടുകൾ നീങ്ങുവാൻ കാരണമാകുന്നവർ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാനൊക്കെ പറയുന്നില്ല. കിതാബ് കിട്ടുന്ന കഥയാണ്, നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ പഴയ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഫിഖ്ഹും ആ ആദർശങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് തടസ്സം അറിയാത്തൊരൊഴുക്ക് ബ്രിട്ടീഷ് യൂറോപ്യൻ പഴുതിലൂടെ ഷിയ ആദർശങ്ങൾ കടന്നു വന്നിട്ട് നടക്കുന്നുണ്ട്. ഇത് ഗൗരവത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. രണ്ടു കൂട്ടരും, യുവ തരംഗം വിപ്ലവത്തിന്റെ പിന്നാലെ പോകുന്ന ആൾക്കാരും അതുപോലെ തന്നെ ഭക്തി പ്രസ്ഥാനത്തിന്റെ ആൾക്കാരും ചെയ്യണം. ഈ വിഷയത്തിന്റെ അത് എത്താൻ സാധിച്ചിട്ടില്ല, അങ്ങനെയായി നിൽക്കുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഈ വിഷയമായ എല്ലാ ഗ്രന്ഥങ്ങളും ഇപ്പൊ കിട്ടും.
അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന തൗഫീഖ് തരുമാറാകട്ടെ. ആർക്കെങ്കിലും അപൂർണമായ വല്ല തെറ്റിദ്ധാരണമായ പരാമർശം വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. ഈ മാന്യമായ സദസ്സിന് സമയം ഇനിയും എടുക്കുന്നത് ശരിയല്ല, ക്ഷമിക്കണം. അള്ളാഹു നമ്മുടെ എല്ലാം അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ യഥാർത്ഥ വിശ്വാസ ആദർശ കർമാനുഷ്ഠാനങ്ങളെ ജീവിപ്പിച്ച് ഈമാനോടെ മരിപ്പിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് തരുമാറാകട്ടെ. എല്ലാവർക്കും ഈ വഴിക്ക് വരാനുള്ള തൗഫീഖ് തരുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.